ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു നമ്മളൊരു അടിപൊളി മന്തി റൈസാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്, അധികം നേരമൊന്നും വേണ്ട. ബിരിയാണി വയ്ക്കുന്നവർക്ക് അറിയാം ഇതെന്തോരം നേരം വേണമെന്നുള്ളത്. ആദ്യം നമുക്ക് ഏലക്കായ, ഗ്രാമ്പു, പട്ട അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഇട്ടിട്ടൊന്ന് ഓയിലിൽ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വളരെ എളുപ്പമാണ് കേട്ടോ നമുക്കിത് ചെയ്യാനായിട്ട്. അതിലോട്ട് നമ്മൾ കുറച്ചെന്ന് വെച്ചാൽ ഒരു സവാള, ഒരു വലിയ സവാള നമ്മൾ അരിഞ്ഞെടുക്കുക. അതും ഇതിലിട്ടൊന്ന് വാട്ടിയെടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ വാട്ടിയതിന് ശേഷം പെരിഞ്ജീരകം, പിന്നെ നമുക്ക് മസാലയിൽ കിട്ടുന്ന ഒരു ഇലയുണ്ടല്ലോ, അത് കുരുമുളക്, അതൊക്കെ നമ്മൾ ഇട്ട് വാട്ടിയെടുക്കുക കേട്ടോ. പിന്നെ 2 പച്ചമുളക് നമ്മൾ ആക്കിയെടുക്കുക. ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് വാട്ടിയെടുക്കുക കേട്ടോ. ഇനിയാണ് ഇതിൻ്റെ ക്യൂബ് കിട്ടും നമുക്ക് മേടിക്കാനായിട്ട്. 10 ആണോ 20 ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അത്രയേ ഉള്ളൂ അതിൻ്റെ വില. അത് 2 എണ്ണം ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ 2 തക്കാളി നമ്മൾ അരച്ച് വെച്ചത് അതും കൂടി ഒന്ന് ചേർത്ത് നല്ലപോലെ ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കുക കേട്ടോ. ഇത് നമുക്ക് മന്തി റൈസിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ബിരിയാണി അരിയുടെ വലിയ അരി ഉണ്ടല്ലോ അതിൽ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ എത്ര ഗ്ലാസ്സാണോ അരി എടുത്തിരിക്കുന്നത് അതിൻ്റെ ഇരട്ടി വേണം നമ്മൾ വെള്ളം ചേർത്തിട്ട് ആക്കിയെടുക്കാനായിട്ട്. അരി ഒരു അരമണിക്കൂർ മുമ്പ് കുതിർത്തി വെക്കണം കേട്ടോ. പിന്നെ നമുക്ക് ഇതിൻ്റെ മന്തി മസാല നമുക്ക് മേടിക്കാൻ കിട്ടും. അതും കൂടി അങ്ങോട്ട് നല്ലപോലെ ചേർത്ത് തിളച്ചതിന് ശേഷം നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം നമുക്ക് കേട്ടോ. ഉപ്പിടാനായിട്ട് മറക്കരുത്. ഒന്ന് തിളച്ചതിന് ശേഷം ഒന്ന് ചെറിയ തീയിലിടുക. പിന്നെ ഒരു 5 മിനിറ്റ് നേരം ഒന്ന് ആവി കൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ റൈസ് ഇവിടെ കറക്റ്റ് വേവിൽ കിട്ടും കേട്ടോ. നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിത് ഇവിടേക്ക് ചിക്കൻ കൊണ്ടാട്ടാണ് നമ്മളിതിലേക്ക് ചെയ്തത്. അൽഫാം ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ എടുക്കാം. നമ്മളിവിടെ ചിക്കൻ കൊണ്ടാട്ടാണ് കേട്ടോ നമ്മളിവിടെ തയ്യാറാക്കി എടുത്തത്. അപ്പം ഇവിടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അതുവരേക്കും ബൈ ബൈ.